നോക്കാം. 280 രൂപ. ഇതൊക്കെയാണെങ്കിൽ ആകെ ഒരു 140 രൂപയ്ക്ക് 140 രൂപയെ വരുന്നുള്ളൂ. നിങ്ങൾ തെരഞ്ഞു നടക്കുന്ന ഇവിടെ നിരന്ന് കിടക്കുകയാണ്. തോന്നുന്നു, പക്ഷെ നാച്ചുറൽ അല്ല. ഇതിന് 350 രൂപ. ഇതിന്റെ പ്രൈസ് ഒക്കെ വരുന്നത് വെറും 579 രൂപയാണ്. ഇതിന്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ 1000-നുള്ളിൽ മാത്രമാണ് വരുന്നത്. ഈ ബോഡിക്ക് ഒരു കളറ്, അതേപോലെ തന്നെ ഇതിന്റെ കുഷൻസിന് വേറെ കളറ് കസ്റ്റമൈസ് ചെയ്യാം. ഏത് രീതിയിലും കസ്റ്റമൈസ് 4300 രൂപയാണ് ഇതിന് വരുന്നത്. അവരുടെ 10,000 പർച്ചേസിന് അവർക്ക് 2000 രൂപയുടെ അഡീഷണൽ പർച്ചേസ് ഓഫർ ഉണ്ട്. 1 lakh ആണെങ്കിൽ അവർക്ക് 20,000 അഡീഷണൽ പർച്ചേസ് ചെയ്യാനുള്ള ഓഫറാണ്. ഹായ് ഫ്രണ്ട്സ്, വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കാനും അതിനു വേണ്ടി ആക്സസറീസും ഫർണിച്ചറുകളൊക്കെ വാങ്ങാനും എല്ലാവർക്കും താല്പര്യമുണ്ടാവും. സ്വാഭാവികമായിട്ടും വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് നടക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളും ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങുന്ന വീട്ടുകാരാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. എന്നാൽ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇമേജുകളിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന റെഫറൻസുകളിലുള്ള ആക്സസറീസോ ഫർണിച്ചറുകളോ ഒന്നും ആർക്കും കിട്ടാറില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഷോപ്പുകൾ വന്നിരിക്കുകയാണ്. ഇൻറ്റീരിയർ മനോഹരമാക്കാൻ ഇനി നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫോളിയോട്ട് ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ തന്നെയാണ് കൊണ്ടോട്ടിയിലെ ഈ ഒരു സ്ഥാപനം. ഈ ഒരു സ്ഥാപനത്തിലെ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഇൻറ്റീരിയർ ആക്സസറീസും ഫർണിച്ചറുകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ ചാനലിലുണ്ട്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വീട് മനോഹരമാക്കാനുള്ള ഒരുപാട് ആക്സസറീസുമായിട്ട് ഫോളിയോട്ട് ഇവിടെ ഉണ്ട്. സലീംക്ക, നമസ്കാരം. നമ്മുടെ ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നല്ല സ്പെഷ്യലൈസ്ഡ് ആണ്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ ഇവിടെ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് തന്നെ പറയുകയാണ്, നമ്മൾ പ്രോഡക്റ്റുകൾ അന്വേഷിക്കാൻ ക്ലയൻസിനൊക്കെ വിടുമ്പോൾ അവർക്ക് നല്ലൊരു സ്ഥാപനം റെഫർ ചെയ്ത് കൊടുക്കാൻ ഉണ്ടാവാറില്ല. കുറച്ച് ദൂരം പോകേണ്ടി വരും. എന്തുകൊണ്ട് കൊണ്ടോട്ടിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ബേസിക്കലി ഇൻറ്റീരിയർ ഫീൽഡ് തന്നെയാണ്. ഇൻറ്റീരിയർ ഫീൽഡ് തന്നെയാണ്. ഞങ്ങൾ കംപ്ലീറ്റ് പ്രോജക്റ്റുകൾ എന്ത് ചെയ്യാണ്, ഫുൾ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫേം തന്നെ ഉണ്ട് ഫോളിയോട്ട് എന്ന് പറഞ്ഞാൽ. ഫോളിയോട്ടിന്റെ ഒരു ഫാക്ടറി തന്നെ ഉണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് സെന്റർ മാത്രമാണ്. ഇപ്പൊ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ, അവർക്ക് ഒരു ചോയ്സ് വേണമല്ലോ. അതെ അതെ. അപ്പോൾ എല്ലാ ടൈപ്പും, ഇപ്പോൾ സെറാമിക്കിലാണെങ്കിലും വുഡനിലാണെങ്കിലും ഏത് ടൈപ്പ് മെറ്റീരിയലിലും എല്ലാത്തരം ക്യൂരിയോസും അതുപോലെ എല്ലാ ആക്സസറീസും നമുക്കുണ്ട്, ഇൻക്ലൂഡിങ് പ്ലാൻസ്, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളിലും. അതെ അതെ, ഞാൻ ഇവിടെ കണ്ടു ഒരുപാട് ആക്സസറീസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ? തീർച്ചയായിട്ടും. സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു ക്ലോക്ക് ആട്ടോ കാണുന്നത്. ഇന്റീരിയറിൽ പണ്ട് കാലം മുതലേ ഇതുപോലുള്ള ആക്സസറീസ് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ചെറിയ ചെറിയ ആക്സസറീസിനൊക്കെ നല്ല പ്രാധാന്യം വന്നു അല്ലേ? ഇതൊക്കെ ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയണം. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള ആക്സസറീസ്. ഇതൊക്കെ നമുക്ക് തിരഞ്ഞാൽ കിട്ടില്ല, അങ്ങനെയുള്ള ഓരോ മെറ്റീരിയൽ. ഇതിൽ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ വരുന്നുണ്ട്, അതുപോലെ സെറാമിക് വരുന്നുണ്ട്, വുഡ് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ഫ്ലവർ വെയ്സ് ആണ് അല്ലേ? ഫ്ലവർ വെയ്സ് ആണ്, ഏകദേശം 3/4 മീറ്റർ അല്ലേ, ആ ഒരു രീതിയിൽ വരുന്ന ഓരോ ഫ്ലവർ വെയ്സുകളുണ്ട്. അതുപോലെ തന്നെ ആക്സസറി ഇതൊന്നും തിരഞ്ഞാൽ കിട്ടൂല. അതൊക്കെ ഞാൻ കുറേ തിരഞ്ഞ സംഭവങ്ങളാണ്. നമുക്ക് ഓൺലൈനിൽ തിരഞ്ഞാൽ അതൊക്കെ കിട്ടും, പക്ഷേ ഇവിടെ ഷോപ്പിൽ നമുക്ക് റിയലൈസ് ചെയ്ത് ടച്ച് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഷോപ്പിലാകുമ്പോൾ നമുക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് ഫിസിക്കലി കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒക്കെ പ്രത്യേകത കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇത് സിമെന്റിൽ വരുന്നതാണല്ലേ. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് ഇപ്പോൾ സംശയം ഉണ്ടാവും, നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിനൊക്കെ പ്രൈസ് കൂടുതലാണോ എന്നുള്ളത് അല്ലേ? ഇന്റീരിയറിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റുകളാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു വില ഉണ്ടാവും. അപ്പൊ ഇതിന്റെ വില ഒന്ന് ഞാൻ പറയട്ടെ. ഇതിന്റെ വില എല്ലാത്തിനും പ്രൈസ് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ്, മറ്റാൾക്ക് വേറെ പ്രൈസ് അല്ല. എല്ലാം ഇതിനകത്തുണ്ട്. MRP ഉണ്ട്, അതേപോലെ SRP സ്റ്റോപ്പ് പ്രൈസ് ആയിരിക്കും, ഷോപ്പ് റീറ്റെയിൽ പ്രൈസ് ആണ്. ഓക്കെ. ഇതിന് വെറും 850 രൂപയാണ് കേട്ടോ. ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ്. അതുപോലെ തന്നെ ഓരോ വുഡിലാണെങ്കിൽ വുഡിൻ്റെതായ പ്രൈസുകളാട്ടോ ഉണ്ടാകുക. വുഡിൻ്റെ ഒരു ഐറ്റം നമുക്കൊന്ന് നോക്കാം. 280 രൂപ. അങ്ങനെ ഓരോ ആക്സസറീസും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നല്ലൊരു ഐഡിയ കേട്ടോ, വീടുകളിൽ ഇൻറ്റീരിയറിൽ കൊടുക്കാൻ പറ്റിയ. അതുപോലെ വലിയ ഇതുപോലുള്ള ജാറുകൾ അല്ലേ, പല മെറ്റീരിയൽ വരുന്നുണ്ട്. പിന്നെ ഗ്ലാസ്സിൽ വരുന്നുണ്ട് അല്ലേ? ഗ്ലാസ്സിൽ വരുന്നുണ്ട്. പിന്നെ മെറ്റലിൽ വരുന്ന വേറെ സാധനങ്ങളുണ്ട്. മെറ്റലിൽ വരുന്നത് മേലുണ്ട്. എല്ലാം ഒന്നും എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാണിക്കാൻ പറ്റുന്നത് കുറച്ചൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. നല്ല അടിപൊളി ആക്സസറി കണ്ടില്ലേ? ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രൈസ് ആൾക്കാർക്ക് അറിയണമെന്നുണ്ട്. 1-2 ഞാൻ പറയുന്നുണ്ട് കേട്ടോ.
ഇതിനൊക്കെ വില കൂടുതലാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിൻ്റെയൊക്കെ പ്രൈസ് 1320. അതുപോലെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്സസറി കണ്ടില്ലേ, ഇതിന് 1200 സംതിങ് മാത്രമാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആക്സസറി അല്ലേ. ഇനി ഇതിനാണെങ്കിലോ ഇതൊക്കെയാണെങ്കിൽ ആകെ ഒരു 140 രൂപയ്ക്ക് 140 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഡിഫറെന്റ് ഇഷ്ടം പോലെ ഇതുപോലെ വലിയ സാധനങ്ങൾ വരെ വരുന്നുണ്ട് അല്ലേ. ഇതുപോലെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ സെറാമിക്കിൽ വരുന്ന സാധനങ്ങളുണ്ട്. ഇത് സെറാമിക് ആയിരുന്നു, സെറാമിക് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ആട്ടോ അതൊക്കെ വരുന്നത്. ഇതിനൊക്കെ വരുന്നത് ഏകദേശം 400 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. ഇതൊക്കെ നല്ല സ്പെഷ്യൽ, അതിന്റെ എല്ലാം വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ്. വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ് ഇതൊക്കെ. അതുപോലെ ഈ ഒരു സൈസ് അത്ര ആളുകൾ സാധാരണക്കാർക്ക് അറിയില്ല അത് എവിടെ എങ്ങനെ കൊടുക്കണമെന്ന്. ശരിക്കും നല്ല ഷെൽഫുകളൊക്കെ വീട്ടിൽ ഇന്റീരിയറിൽ ഡിസൈൻ ചെയ്ത് സിമ്പിൾ ആയിട്ട് വെക്കുക അല്ലെ. ശരിക്കും പറഞ്ഞാൽ ക്യൂരിയോസിന് മിക്കവാറും ആൾക്കാരൊക്കെ തന്നെ ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ടാവും. അതെ, അപ്പൊ ഈ ക്യൂരിയോസ് എന്നാണ് ആക്ച്വലി ഇതിന് പറയാ. ഈ ക്യൂരിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു പ്രൊവിഷൻ കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഒരു സാധനം വെച്ചാൽ തന്നെ എന്താ അറിയോ, ആ വീടിന്റെ ആ ഒരു ഭംഗി ഭയങ്കരമായിട്ട് ആംബിയൻസ് മാറും. ഇതൊക്കെ കണ്ടില്ലേ ചെറിയ ബോട്ടിൽ. ഇതിന്റെ പ്രൈസ്, ഇത് ഗ്ലാസ് ആണ് എന്നാലും 360 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയർ ആക്സസറി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഏരിയ വ്യത്യസ്തമാണല്ലോ. അത് കണ്ടില്ലേ, പുതിയ സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന ഒരു ഏരിയ. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എലമെന്റ് ഗോൾഡിൽ PVD കോട്ടിങ് വരുന്ന, അല്ലെങ്കിൽ മെറ്റലിൽ PVD കോട്ടിങ് വരുന്ന നല്ല ഗ്ലാസ് ബോൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള ആക്സസറീസ് ഇതാ ഇവിടെ ഒരുപാടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 740 രൂപ കേട്ടോ ഇതിന് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ലൊരു പ്രൈസ് റേഞ്ച് കിട്ടുന്ന ആക്സസറീസ് ആണ്. ഇനി എന്താ ഇതുപോലെ വണ്ടിപ്രാന്തന്മാരൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല 1000-നുള്ളിൽ വരുന്ന ഒരുപാട് ആക്സസറീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ നമുക്ക് ഏത് രീതിയിലാകാം, നമ്മളെ സ്റ്റൈലിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇൻറ്റീരിയറിൽ വരണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു വേസ്. ഇങ്ങനെ പലതും ഇവിടെയുണ്ട്. ഇൻറ്റീരിയറിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് പ്ലെയിൻ ആയിട്ടുള്ള വാളുകൾ. പ്ലെയിൻ ആയിട്ടുള്ള വാൾ വൈറ്റ് പെയിൻ്റ് അടിച്ച് അങ്ങനെ ഇടും. അതിന് പകരം കൊടുക്കാൻ പറ്റുന്ന ആക്സസറീസ് ആണ് ഇതുപോലുള്ള പെയിൻറ്റിങ്ങിന് പകരം ഇതുപോലുള്ള എലമെൻറ്റ്സ് വരുന്ന ആർട്ടുകൾ. അതിന് ഫ്രെയിമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ 1500 റേഞ്ചിലൊക്കെ വരുന്ന ഒരുപാട് ഐറ്റംസ് ആണ്. അതിൽ കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട്. ഇതൊക്കെ ആണല്ലേ ഗണ്ണൊക്കെ മുമ്പൊക്കെ ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ വെക്കുന്നതായിരുന്നു. അത് ഫ്രെയിം ചെയ്തിട്ടാണ് വരുന്നത്. മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇതാ ആർട്ട് വർക്കിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനുകളാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓരോന്നിൻ്റെ വില പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൈസ് പറഞ്ഞു തരും കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. എന്നാലും ഒന്നിൻ്റെങ്കിലും പറയേണ്ടതാ. ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്നത് വെറും 579 രൂപയാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് ഐഡിയാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി വീടിൻ്റെ ഇപ്പോൾ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇതുപോലുള്ള സിമ്പിൾ ഐഡിയ നിങ്ങൾക്ക് തന്നെ വാങ്ങാം. ജസ്റ്റ് സ്ക്രൂ ചെയ്യുക, ഫിക്സ് ചെയ്യുക, വീട് അടിപൊളിയായി. ഇതുപോലുള്ള അക്രലിക് കൊണ്ടുള്ള അതുപോലെ തന്നെ മെറ്റൽ കൊണ്ടുള്ള ഒക്കെ കാലിഗ്രഫികളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അത് വ്യത്യസ്ത ഏരിയകളിലായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന സൈസിനനുസരിച്ച് കസ്റ്റമൈസും കൂടെ അവർ ചെയ്തുതരും. ഇപ്പോൾ ഈ സൈസ് മതി, ഈ ഫ്രെയിമും മതിയെങ്കിലും ഓക്കെ. നമ്മളെ പ്രയർ ഏരിയയിലേക്ക് ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും. എൻട്രൻസിലേക്കാണെങ്കിൽ ലിവിങ്ങിലേക്കാണെങ്കിലൊക്കെ അവർ സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതുപോലുള്ള ആക്സസറീസിനും അപ്പുറം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വോൾ ആർട്ടുകൾ. അത് മെറ്റലിൽ വരുന്ന വോൾ ആർട്ടുകൾ ഇവിടെ കണ്ടില്ലേ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരുപാട് സാമ്പിളുകൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിലും വരുന്ന സൈസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻറ്റീരിയറിൻ്റെ സൈസിനനുസരിച്ചാണ് ഇതൊക്കെ വരിക. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ 1000-നുള്ളിൽ മാത്രമാണ് വരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഡൈനിങ്ങുകളാണ്. കണ്ടില്ലേ സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത ചെയർ, ടേബിള് കണ്ടില്ലേ. അതിൻ്റെ അടിയിൽ PVD കോട്ടിങ്ങിൽ വരുന്ന ലെഗ്, ഹൈ ഡീറ്റെയിൽ വരുന്ന ലെഗ്. അത് ഗ്ലാസ് ടോപ്പാണ് കേട്ടോ. ഗ്ലാസ് ടോപ്പ് കൊടുത്തത് എന്തിനാ വെച്ചാൽ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഓരോ ചെയറും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ചെയർ കസ്റ്റമൈസ് ചെയ്യാം, ടേബിളിൻ്റെ സൈസ് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഡിസൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈനർ ടച്ചുള്ള ഫർണിച്ചറുകൾ വേണമെങ്കിൽ ഇതാ മറ്റൊരു മോഡൽ കാണാം. ഇതിൻ്റെ ടോപ്പ് വരുന്നത് കണ്ടില്ലേ, വുഡ് പ്ലസ് മാർബിൾ ടോപ്പ്, ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അതുപോലെ റെസിൻ ഫിനിഷ് ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതുപോലെ ലെഗിലേക്ക് വരികയാണെങ്കിൽ വുഡാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനും സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കണ്ടില്ലേ ഓനിക്സ് മാർബിൾ കൊണ്ട് ടോപ്പ് വരുന്ന അടിപൊളിയായിട്ടുള്ള ടേബിൾ കാണാം. ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ അതിൻ്റെ മേലെ അതിൻ്റെ ഒരു ഫിനിഷ്, അതിൻ്റെ ഒരു ഭംഗി. ലെഗൊക്കെ വരുന്നത് PVD കോട്ടിങ്ങിൽ വരുന്ന മെറ്റൽ ഫ്രെയിമാണ്. അതുപോലെ അടിപൊളിയായിട്ടുള്ള ചെയറുകളൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചെയറിൽ കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ ഡിസൈൻ അനുസരിച്ച് മാച്ച് ചെയ്യാം. കണ്ടില്ലേ അടിപൊളി ചെയർ. ഇതുപോലുള്ള ചെയറൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ്. ഈ ചെയറിൻ്റെ ഇതുപോലുള്ള ഇതൊക്കെ പ്രൈസ് വരുമ്പോൾ 16,000 രൂപ ആ റേഞ്ചിലൊക്കെ വരും. പക്ഷേ
ഇവർ 5000 രൂപ മുതൽ നിങ്ങൾക്ക് ചെയർ വേണമെങ്കിൽ തരും, അതിലും കുറഞ്ഞത് വേണമെങ്കിൽ അതും ഉണ്ടാക്കി തരും. കാരണം ഇവർ യൂണിറ്റൊക്കെ ഉള്ള ഒരു ടീം തന്നെയാണ്. ഈ കാണുന്നതാണല്ലോ ഓനിക്സിൽ ഫ്രെയിം തിക്നെസ് വരുന്ന ഒരു മോഡൽ. ഇതിൻ്റെ ടോപ്പ് കണ്ടല്ലേ വൈറ്റിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് ടേബിളുകളുണ്ട്. കുറച്ച് ക്ലാസിക് ടച്ച് ഫീല് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേബിളുകൾ ഇത് കാണുന്നത് കണ്ടില്ലേ. ഈ ടേബിളിൻ്റെ ടോപ്പ് വരുന്നത് ആർട്ടിഫിഷ്യൽ ഒനിക്സിലാട്ടോ. അതാണ് ഈ ഒരു ഫിനിഷ്. പക്ഷേ ഇതൊക്കെ നാച്ചുറൽ ഒനിക്സ് ആണ്. നാച്ചുറൽ ഒനിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാസ് ചെയ്യുന്ന, അടിയിൽ ലൈറ്റ് കൊടുത്താൽ അത് പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒനിക്സ് ടേബിളാണ്. അതൊക്കെ ക്ലാസിക് ടച്ചുള്ള ടേബിളുകളാണ്. ഇതിലേക്കൊക്കെ വരുമ്പോൾ പ്രൈസുകൾ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലാസ് ടോപ്പിന് പകരം ആണ് ഈ മാർബിൾ ടോപ്പ്. ഈ മാർബിൾ ടോപ്പ് വരുമ്പോഴാണ് 20,000 മേലേക്ക് ഇതുപോലുള്ള ടേബിളുകളൊക്കെ പ്രൈസ് വരിക. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഗ്ലാസ് ടോപ്പിലൂടെയൊക്കെ പ്രൈസ് കുറക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ടോപ്പുകളായിരുന്നു വേണം. അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതിന് പ്രൈസ് ഉണ്ടാവും. നമ്മളെ ഇൻറ്റീരിയർ അത്രയ്ക്ക് ഹ്യൂജ് ഡിസൈൻ ആണെങ്കിൽ ഇത് നേരെ വാങ്ങിക്കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അത് ഫിനിഷായി. നേരെ മറിച്ച് ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പോക്കറ്റ് കാലിയാവും. അതിന് പകരം നിങ്ങൾക്ക് ഇതുപോലുള്ളത് വാങ്ങി വെച്ചാൽ മതി. സെലിംക ഞാനൊക്കെ പരിചയപ്പെടുത്തി, പക്ഷേ അതിൻ്റെ പ്രൈസിൽ നോക്കുമ്പോൾ 16,000 രൂപയൊക്കെ ആണല്ലോ ചെയറിന് വരുന്നത്. നമ്മളെ സാധാരണക്കാർക്ക് അങ്ങനത്തെ ചെയർ കൊടുക്കാൻ പറ്റുമോ? അല്ല, 16,000 രൂപയുടെ ചെയർ മാത്രമല്ല, നമ്മുടെ അടുത്ത് ഈ കാണുന്ന ഈ ടൈപ്പ് കണ്ടല്ലോ, ഇത് വെറും 5,900 രൂപയുള്ളൂ. ആ റേഞ്ചിലുണ്ട്. ഓക്കെ ഓക്കെ. ഇതും നല്ല ഡിസൈനർ ചെയറാണ്. ഇതിനകത്ത് കുഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല വെയിറ്റ്, നല്ല വെയിറ്റ് ഒരു പ്രോഡക്റ്റ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന് എത്ര വന്ന്? ഇതിന് 5,900 രൂപയാണ്. 5,900 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ? ഏറ്റവും കുറഞ്ഞ എത്രയാണോ? അല്ല, ഇതിനേക്കാളും കുറഞ്ഞതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കൊടുക്കുക. അതിനകത്ത് കുറഞ്ഞ സാധനങ്ങൾ എന്തുണ്ട്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ഓപ്ഷൻ അല്ലേ. എന്നാൽ ഇതുപോലെയുള്ള വർക്കുകൾ വരുന്നപ്പോൾ അത് കംപ്ലീറ്റ് വുഡാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ. ഈ രൂപത്തിൽ ബെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വുഡും ഇതുപോലുള്ള വർക്കുകളുണ്ടോ, അതിന്റെ പോളിസ്റ്റർ വർക്ക്, അതിന്റെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി, സ്റ്റിച്ചിങ്ങിന്റെ പാറ്റേൺ, ഇതെല്ലാം എന്തായിരിക്കും ഇതിന്റെ പ്രൈസിന് കാരണമാവും അല്ലേ? അങ്ങനെയാണ് ഇതിന് ആ പ്രൈസ് വരുന്നത്. അപ്പോൾ ചെറിയ പ്രൈസിൽ വേണ്ട പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട്, വലിയ പ്രൈസിലുള്ള അടിപൊളിയായിട്ടൊരു പ്ലാന്റ് കണ്ടില്ലേ. നമ്മൾ ചെറിയ കോട്ടിയാടൊക്കെ ചെയ്ത് അതിനകത്ത് നാച്ചുറൽ പ്ലാന്റ് കൊടുക്കുമ്പോൾ പലപ്പോഴും അത് വൃത്തികേടായി മാറാറുണ്ട്. അങ്ങനത്തെ സ്ഥലത്താണ് ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്. ഇതൊക്കെ ആണല്ലേ നല്ല ഒറിജിനാലിറ്റി. ഇത് ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾ ചോദിക്കും. ഇത് ഒറിജിനലേ അല്ല, അത്രയ്ക്ക് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെയൊക്കെ ഉള്ളത്. ഇപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സുകൾ അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഈ ഒരു ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഇത് നാച്ചുറൽ ആണോ എന്ന് ചോദിച്ചാൽ നാച്ചുറൽ ആണെന്ന് തോന്നും, പക്ഷേ നാച്ചുറൽ അല്ല. പ്രൈസ് ആണെങ്കിലും അറിയണ്ടേ. ഇതിന് 350 രൂപ കിട്ടും. ഇതിനൊക്കെ ആകുമ്പോൾ കുറച്ച് പ്രൈസ് കൂടണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇതിന് 2,200 അങ്ങനെ ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഷോപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ച് തരണമല്ലോ, 290 ആണ് കേട്ടോ. അങ്ങനെ എല്ലാത്തിൻ്റെയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലാൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് 360 ആ രീതിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതല്ല ഇപ്പോൾ ട്രെൻഡ് ഇതുപോലുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒറിജിനൽ പോലെയുള്ള നല്ല പ്ലാന്റ്സ്, ഇതുപോലുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ്. അപ്പോൾ ഇൻറ്റീരിയറിൽ നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് വാങ്ങി വെക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ആക്സസറീസ് ആണ് പറയുന്നത്. ഇതിനൊക്കെ വരുമ്പോൾ 1000-ന് താഴെ മാത്രമാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഷെൽഫുകളിൽ അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡുള്ള വേഴ്സിൽ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സ് കളർഫുൾ ആയിട്ടുള്ളത് ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഇൻറ്റീരിയർ ഏതാണോ അതിനനുസരിച്ച് വേണം നിങ്ങളെ ഇതുപോലുള്ള ആക്സസറീസ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും സെലക്ട് ചെയ്യാൻ. വീടിൻ്റെ ഇൻറ്റീരിയർ മുഴുവനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും മിസ്റ്റേക്ക് സംഭവിക്കുക കിച്ചണിലായിരിക്കും. കിച്ചണൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അതിനകത്ത് വരുന്ന ആക്സസറീസ്, വേസുകൾ അല്ലെങ്കിൽ അവിടെ വരേണ്ട കാര്യങ്ങൾ, പാത്രങ്ങളൊക്കെ ഒരു പഴഞ്ചൻ മോഡലായാൽ എങ്ങനെ ഇരിക്കും, അതാണ് സംഭവിക്കാറുള്ളത്. പക്ഷേ അത് സംഭവിക്കാതിരിക്കാനാണ് ഈ ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. കിച്ചണിൽ വരുന്ന ഇൻറ്റീരിയറിൽ ഏറ്റവും ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് കളറിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ഇതുപോലുള്ള വേസുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ പയറുകൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ആ ഒരു കറക്റ്റ് സൈസിൽ വരുന്ന കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഈ ബോട്ടിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ പ്രൈസ് ആണെങ്കിൽ 300 രൂപ. അതുപോലെ ഇവിടെ ഇതുപോലുള്ള ആക്സസറി ചെറുതൊക്കെ ആണെങ്കിൽ 200 രൂപക്കുള്ളിൽ 150, അങ്ങനെ 100 രൂപ മുതൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ആക്സസറീസ് കിട്ടും. അതിൽ തന്നെ ടോയ്ലറ്റിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ അടിപൊളിയാക്കും.
അതിൽ കൊടുക്കുന്ന ഇതുപോലെ സോപ്പ് ഡിസ്പെൻസർ, അതുപോലെ എക്സ്ട്രാ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഇതാ ഇവിടെ ഒരുപാട് കാറ്റഗറി കളർഫുൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യിക്കാൻ പറ്റുന്ന കളറുകളുണ്ട്. ഇനി കിച്ചണിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് ഇതുപോലുള്ള ആക്സസറീസ്. അതൊക്കെ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാതെ ആ കിച്ചണ് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളത് ഉപയോഗിക്കാൻ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് 100 രൂപ മുതലാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ ഡിസൈനർ ചോയ്സ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോക്കുകൾ കാണാം. ഇതൊക്കെ സ്റ്റെയറിലാട്ടോ ഞാനുള്ളത്. കാരണം ഓരോ നിലകളിലും ഡിഫറെൻ്റ് ഐഡിയകൾ നിറഞ്ഞു നിൽക്കുകയാണ്. സ്റ്റെയറിലും ഒരുപാട് മോഡലുകൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലോക്കുകൾ മാത്രമല്ല, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഇവിടെ ഒരുപാടുണ്ട്. നല്ല ഒറിജിനലായിട്ട് തോന്നിക്കുന്ന നല്ല അടിപൊളി ആർട്ട് വർക്കുകൾ ഉണ്ട് കേട്ടോ. സാധാരണ ആർട്ട് വർക്കുകളൊക്കെ കാണുമ്പോൾ സൈസ് വലുതാകും തോറും ഭയങ്കര പ്രൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രൈസൊക്കെ അതാ 2000-നുള്ളിലൊക്കെയാണ് ഇതുപോലുള്ള വലിയ ആർട്ട് വർക്കിനൊക്കെ പ്രൈസ് വരുന്നത്. ഇവിടെ ആർട്ട് വർക്കിന് അപ്പുറം മിററിൽ വരുന്ന ഡിസൈൻ, മിറർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പല രീതിയിൽ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നതാണ്, ആർക്കിടെക്ട്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനുകൾ ഇതൊക്കെ കണ്ടില്ലേ, മെറ്റലിൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചതാണ്. ഇതാകുമ്പോൾ 5000-നുള്ളിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മിററിൻ്റെ നല്ലൊരു കളക്ഷൻ, ക്ലോക്കുകളുടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ, അതൊക്കെ ഓരോ പാസേജിലും നിറഞ്ഞു നടക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കൺസോൾ ടേബിൾ കണ്ടില്ലേ, 2 ഉണ്ട്. ഇത് നമുക്കൊരു സ്റ്റഡി ടേബിൾ പർപ്പസിനായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം, കൺസോളായിട്ട് യൂസ് ചെയ്യാം അല്ലേ. നല്ല ഒരു ഡ്രോവറൊക്കെ കൊടുത്തിട്ട് എക്സ്ട്രാ മിററൊക്കെ ആഡ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതുപോലെ മറ്റൊരു ഇതൊക്കെ ക്യൂട്ട്നെസ് ആണ്. നമുക്ക് ഇൻറ്റീരിയറിൽ എത്രത്തോളം അതിനെ ഭംഗിയാക്കാമെന്നാണ് ഇതിലൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ കേർട്ടനും സീബ്ര കർട്ടൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ഇൻറ്റീരിയർ ആകുമ്പോൾ അതും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. ഇത് നോക്കിയേ, എക്സ്ട്രാ വരുന്ന ആക്സസറീസ് ഇവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. ഒരു ഇൻറ്റീരിയറിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒരു ബെഡ്റൂം ആണെങ്കിൽ അതിൽ വരുന്ന കാർപ്പറ്റ്, മാട്രസിൻ്റെ മാട്രസ് പ്രൊട്ടക്ടർ, അതായത് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം ഇവിടെ വരുന്നുണ്ട്. നല്ല അടിപൊളി ഗ്രേ ടോപ്പ്, അതിൻ്റെ എഡ്ജ് ബെവൽ ചെയ്താണല്ലേ, സ്മൂത്തിൽ ബെവൽ ചെയ്തിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇൻറ്റീരിയർ നമുക്ക് അടിപൊളിയാക്കാം. ഇന്നത്തെ കാലത്ത് ഗ്രേ കളർ തീം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വൈറ്റ് ടേബിൾ, ഇത് കണ്ടില്ലേ, അതിൻ്റെ തിക്നെസ് ഒക്കെ കൊടുത്ത് നല്ല ഒരു പ്രീമിയം ലുക്ക് വരുന്ന രീതിയിൽ ചെയറുകളാണെങ്കിലും പ്രീമിയം, എല്ലാം ഒരു പ്രീമിയം സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ടേബിളുണ്ട്. ഇതിൻ്റെ ഗ്രീൻ കളർ ടോൺ കണ്ടില്ലേ, ഇതെനിക്ക് പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം പല ഡിസൈനിലും ഇതുപോലുള്ള കളർ സ്കീമുകൾ കൊടുക്കാറുണ്ട്. അവർക്ക് മാച്ച് ചെയ്യുന്നത് ഈ ചെയറിൽ തന്നെ അതിൻ്റെ ഒരു കളർ വരികയാണ്. സാധാരണ രീതിയിൽ എപ്പോഴും ഒരു ബേജ് കളർ, ബ്രൗൺ കളർ അതിൽ നിന്നൊക്കെ മാറി ആളുകൾ കളേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ ചൂസ് ചെയ്യണം. ഇവിടെ കണ്ടില്ല വലിയ ടേബിൾ. ഈ ടേബിൾ എവിടെയൊക്കെ കൊടുക്കാമെന്നറിയോ? നമ്മൾ കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയകളിൽ അല്ലെങ്കിൽ ബാർ യൂണിറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊടുക്കാനുള്ള ടേബിളുകളാണ്. അപ്പോൾ അതിന് വേണ്ട ചെയറുകൾ കണ്ടില്ലേ, നല്ല അടിപൊളി ചെയർ. അതും വുഡിലല്ല, ഇവിടെ വരുമ്പോൾ പല മെറ്റീരിയലിൽ നിന്ന് മാർക്കറ്റിൽ ഇതുപോലുള്ള ചെയറുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിലേ മെറ്റലിൻ്റെ സപ്പോർട്ടിൽ ഇതുപോലുള്ള ചെയറുകൾ, അതിന് വേണ്ട യൂണിറ്റ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ചിലതിൻ്റെ പ്രൈസൊക്കെ ഞാൻ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. ഇതാ 4300 രൂപയാണ് ഇതിന് വരുന്നത്. അതുപോലെ ഇതിലേക്ക് വരികയാണെങ്കിൽ പ്രൈസ് വരുന്നത് 5000 സംതിങ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാർ ഏരിയകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ ചെയറുകൾക്കൊക്കെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന ഒരു മോഡലാണ്. ഇതിൽ ഫാബ്രിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയർ വരുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിലൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ ഒന്ന് വ്യത്യസ്തമാണ്. നമുക്ക് വുഡ് കൊണ്ടുള്ള ചെയറുകളൊക്കെ ഈ ഡിസൈനേഴ്സ് ഒരുപാട് മാറ്റി ചിന്തിക്കുന്ന ഒരു കാലമാണ്. അതിലേക്ക് ഇതുപോലുള്ള എക്സ്ട്രാ വരുന്ന ഗാർഡൻ സിറ്റിങ്, അതുപോലെ കോർട്ട്യാർഡിലൊക്കെ സീറ്റ് കൊടുക്കാൻ പറ്റുന്ന മോഡലുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി പൂഫുകൾ കണ്ടില്ലേ, നല്ല കളർഫുൾ ഇല്ലേ. ബ്രൗൺ ആണെങ്കിലും ബേജ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഗ്രേ, ഗ്രീൻ, ഈ യെല്ലോ വരെ കാണാം. ഇതെവിടെ കൊടുക്കാറോ? ഡ്രസ്സിങ് ഏരിയകളിൽ നമ്മൾ ചെയറൊക്കെ കൊടുത്ത് അവിടെ ബിസി ആക്കരുത്. നല്ല മേക്കപ്പ് ഏരിയകളിലൊക്കെ ജസ്റ്റ് ഇതൊന്ന് പ്ലേസ് ചെയ്താൽ മതി. ഇതിന് ലെഗ് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. അതുപോലെ ഡാമേജ് ആവില്ല, നല്ല സ്റ്റിച്ചിങ് ഒക്കെ വരും. ഇതൊക്കെ ഇൻറ്റീരിയറിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അവിടെയൊന്നും വെറുതെ ചെയർ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കേണ്ട ആവശ്യമില്ല, നേരെ വാങ്ങി പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ചെയറുകളാട്ടോ. കണ്ടില്ല, അടിപൊളി ചെയർ. ഇതൊക്കെ നമ്മൾ ഇൻറ്റീരിയറിൽ ഏറ്റവും ആപ്റ്റ് ആവുന്ന ഡിസൈനുകളാണ്. ഓരോ ടൈപ്പ് ഇൻറ്റീരിയറിനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ക്ലാസിക് ഐഡിയകൾ ഉണ്ടാവും, മോഡേൺ ഐഡിയ ഉണ്ടാവും. കണ്ടില്ലേ, ഏറ്റവും ക്യൂട്ടായിട്ട് സിമ്പിളായിട്ടുള്ള ചെയർ. ഇതുപോലുള്ള ചെയറൊക്കെ വരുമ്പോൾ 3300 പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. ഇത് ഡിഫറെൻറ്റ് കളറിൽ കിട്ടും. നമ്മളെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന ഒരുപാട് കളറുകളുണ്ട്. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കളർ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാ ഇതുപോലുള്ള കളറുകളൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഓരോന്ന് എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇത് അനുയോജ്യമായി തോന്നാം. അതുപോലെ ഓരോന്നും
ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ, സാധാരണ വരുന്ന കളറിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ക്യൂട്ട്നെസ്സിനനുസരിച്ച് കളറുകൾ മാറി. അപ്പോൾ അതിനനുസരിച്ചുള്ള സിമ്പിൾ ക്യൂട്ട് ചെയേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കുന്നതിന് ബെഡ്റൂമിൽ ഇതുപോലുള്ള ഫാബ്രിക്കുകൾ വളരെ പ്രധാനപ്പെട്ടത്. അത് ബെഡ്ഷീറ്റ് ആണെങ്കിലും ബെഡ് പ്രൊട്ടക്ടർ ആണെങ്കിലും അതുപോലെ കാർപ്പറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കർട്ടൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലുള്ള മെറ്റീരിയൽസ് നിങ്ങൾ നോക്കി വാങ്ങണം. അതിൻ്റെ കളക്ഷനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കളർ സ്കീമിനും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഇതുപോലുള്ള പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ കളർ മാത്രം നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കണ്ടില്ലേ, കാർപ്പറ്റ്, റഗ്ഗുകൾ, ഇതൊക്കെ എവിടെയുണ്ട്. ഇതിൻ്റെ ഒരു ഫീൽ അറിയാൻ നമുക്കിങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം. അതിൻ്റെ ഡെപ്ത് ഉണ്ട്. ഡെപ്ത് വരുമ്പോൾ അതിൻ്റെ പ്രൈസും ഉണ്ടാവും. സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ട് വരുമ്പോൾ അത്ര പ്രൈസ് വരില്ല. പക്ഷേ ഇതൊക്കെ റഗ്ഗിലൊക്കെ വരുമ്പോൾ നല്ല പ്രൈസ് റേഞ്ച് ഉണ്ടാവും. നിങ്ങൾക്ക് ഓരോന്നിൻ്റെ മോഡൽ നോക്കിയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കിട്ടും. ഇതാ ഇവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അറബിക് ഡിസൈൻ ഉണ്ട്, മോഡേൺ ഡിസൈൻ ഉണ്ട്, പ്ലെയിൻ ഡിസൈൻ ഉണ്ട്. അതുപോലെ നമ്മളെ വീട് ഏത് കളർ കോമ്പിനേഷനിലാണോ ഇൻറ്റീരിയർ അതിനനുസരിച്ചുള്ള മോഡലുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാ 5000 മുതലൊക്കെ ഇതുപോലുള്ള മോഡലുകളുണ്ട്. ഇനി അതിൽ കുറഞ്ഞതുമുണ്ട്. നിങ്ങൾക്ക് കൂടിയ റേഞ്ചിൽ വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല വലിപ്പത്തിന് സൈസിനനുസരിച്ചാണ് വരിക. ബെഡ്റൂമിൻ്റെ സൈസിനും ബെഡ് കോട്ടിൻ്റെ സൈസിനും അനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. അതിനുള്ള മോഡലുകൾ ഇതിനുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോഫ എന്ന് പറഞ്ഞാൽ ഡിസൈനർ സോഫകൾ ഒരുപാട് മോഡലുണ്ട്, പലതരം ഇൻറ്റീരിയേഴ്സുണ്ട്. ഇവിടെ ഗ്രേയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലേ, ഗ്രേ കളർ കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നുണ്ട്, ഗ്രേ. അപ്പോൾ അതിലുള്ളൊരു നല്ലൊരു മോഡലാണിത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരു ഗ്രേ കളർ എന്ന് മാത്രം പറയണ്ട. ഇപ്പോൾ നമ്മൾ ഫാമിലി ലിവിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എസ്പെഷ്യലി ലേഡീസിൻ്റെ ഒരു ചോയ്സ് ഉള്ള എല്ലാ കളറും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ബേജ് ആ പഴയ കോമ്പിനേഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ബോഡിക്ക് ഒരു കളർ, ഇപ്പോൾ ഈ ബോഡിക്ക് ഒരു കളർ, അതേപോലെ തന്നെ ഇതിൻ്റെ കുഷൻസിന് വേറെ കളർ കസ്റ്റമൈസ് ചെയ്യാം. ഏത് രീതിയിലും കസ്റ്റമൈസേഷൻ. ഈവൻ ഇതിൻ്റെ ലെഗ്, ഈ ലെഗ് ഉണ്ടല്ലോ, ലെഗിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, ഫാബ്രിക്കിൽ ചോയ്സ് ഉണ്ട്, സൈസിൽ ചോയ്സ് ഉണ്ട്, ഈവൻ ഇതിന്റെ കുഷനിങ്ങിൽ പോലും നമുക്ക് ചോയ്സ് ഉണ്ട്. ഓക്കെ, ഇത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് അല്ലേ? പോക്കറ്റ് സ്പ്രിംഗ് ആണ്. നല്ല റെക്രോണും ഉണ്ട്. നല്ല റെക്രോൺ ആണ്. അതുപോലെ തന്നെ 24 ഡെൻസിറ്റി പിന്നെ കുർലോന്റെ പിന്നെ ഫോം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു സുഖം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സോഫകൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? സോഫ ഞാൻ പറഞ്ഞില്ലേ, അതും നമുക്ക് പറഞ്ഞാൽ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ ചിലർ ലെതർ റേറ്റ് വേണമെന്ന് പറയും, ചിലർ കംപ്ലീറ്റ് ലെതർ വേണമെന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ അതിനകത്തുള്ള ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനാസ്പദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീറ്റർ 6000 രൂപ മുതൽ നമുക്ക് സോഫ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ സോഫയുടെ ഇൻസൈഡിൽ ഞങ്ങൾ എന്താ വെച്ച് ബിഫോർ കവറിങ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതാണ്. അപ്പോൾ സോഫ നിങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പ്രൈസ് കുറക്കണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ എത്ര വേണമെങ്കിൽ കുറച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ കാര്യമില്ലല്ലോ. ഇല്ല, സാധാരണ ഒരു സോഫ ഷോപ്പിൽ പോയാൽ കാണുന്ന സോഫകളല്ല ഇവിടെയുള്ളൊക്കെ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ ലെഗിന് വരെ പ്രാധാന്യമുണ്ട്. ഓരോ ലെഗുകളും ഇപ്പോൾ ഈ കാണുന്നത് ഗോൾഡിൽ PVD വരുന്ന ആണല്ലേ, മെറ്റൽ ലെഗാണ്. ഇത് മറ്റൊരു ടൈപ്പ്, അതുപോലെ ഇത് സ്റ്റീൽ വരുന്ന, അങ്ങനെ SS വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലുള്ള സോഫകളൊക്കെ ഓരോന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റെക്സിനിൽ വരുന്നുണ്ട്, ഫാബ്രിക്കിൽ വരുന്നുണ്ട്, അതുപോലെ ഓരോന്നിൻ്റെയും ഹൈറ്റിന് സൈസിന് ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഹൈറ്റ് ആണല്ലേ പ്രീമിയം ലുക്കിൽ വരുന്ന സോഫയാണ്. ഇതൊരു സെറ്റായിട്ട് ഇവിടെ ലഭിക്കും. ഇതാണെങ്കിൽ പ്രീമിയത്തിൽ വരുന്ന, ഫാബ്രിക്കിൽ വരുന്ന, മെറ്റൽ ലെഗിൽ വരുന്ന നല്ല ഒരു ഫീല് കിട്ടുന്ന, ഒരു റിച്ച് ഫീല് കിട്ടുന്ന വൈറ്റ് സോഫയാണ്. ഇനി അങ്ങോട്ടാണെങ്കിൽ കണ്ടില്ലേ, ക്യൂട്ടായിട്ടുള്ള ഒരു ലേഡീസ് റൂമിൽ അല്ലെങ്കിൽ ഫാമിലി ഏരിയകളിൽ കൊടുക്കാൻ പറ്റുന്ന സോഫകൾ. ഇനി ഈ കാണുന്ന രീതിയിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ചെറിയ ചെറിയ സോഫകൾ, സിംഗിൾ സോഫ, ഇനി കർവ്ഡ് ആയിട്ടുള്ള സോഫ, അതുപോലെ തന്നെ ബീൻ ബാഗിൻ്റെ ഈ ഒരു മോഡലൊക്കെ വരുന്ന ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ പല റേഞ്ചിൽ പല പ്രൈസിലൊക്കെ വരുമ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി എപ്പോഴും ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ബീൻ ബാഗിൻ്റെ കാര്യത്തിൽ കേട്ടോ. കാരണം ഈ ഒരു കാണുന്ന സോഫയിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക്കിനും നല്ല പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഡിസൈന്, അതിൻ്റെ ഓരോ ഹെഡ് റെസ്റ്റ് വരെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതുപോലുള്ള കുഷ്യൻസൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന റെക്രോൺ ഉണ്ടാവും. ഇതൊക്കെ അതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ പ്രൈസ് മാറും കേട്ടോ. നല്ല പ്രീമിയം ലുക്കിൽ ഒരു ക്ലാസിക് എന്താ പറയുക, ഒരു കണ്ടംപററി സ്റ്റൈലിലെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന അടിപൊളി സോഫ, നല്ല ബട്ടൺസൊക്കെ കൊടുത്ത് വുഡൻ ലെഗിൽ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഓരോ ഇൻറ്റീരിയറും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നേരെ ബാക്കോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു അടിപൊളി സോഫ എന്ന് തന്നെ പറയണം. ഇതിന് ഒരു പ്രീമിയം ലുക്കുള്ള ഹൈലി ഡീറ്റെയിലുള്ള ബട്ടൺസ്, അതുപോലെ റെക്രോണ്, കുഷൻ ഉണ്ടല്ലേ, ഇരുന്നതുപോലെ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രീമിയം സോഫ.
ഇതിപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ ഒരുപാട് സോഫകൾ വേറെ ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇവിടുത്തെ ഓരോ സോഫയുടെയും ഫാബ്രിക്കിന് പ്രാധാന്യമുണ്ട്, ലെഗിന് പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഫങ്ഷനൊക്കെ പ്രാധാന്യമുണ്ട്. കുറേ ബീൻ ബാഗിൻ്റെ പുതിയ മോഡലുകളും കാണാം. അങ്ങനെ സോഫകളുടെ ഒരു വലിയ നിര ഈ ഒരു ഫ്ലോറിലുണ്ട്. 3 നിലകളായിട്ടാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സലീംക്ക് ഇവിടെയുള്ള ഓരോ സാധനങ്ങളും നമ്മൾ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുത്തു. അടിപൊളി ഐഡിയാസ് ഉണ്ട്. നമ്മൾ വീട്ടിൽ ജസ്റ്റ് കൊണ്ടുപോയി വെച്ചാൽ വീട് വേറെ ലെവലാവും. പക്ഷേ നമ്മുടെ വ്യൂവേഴ്സ് ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഓഫർ നമ്മൾ കൊടുക്കാൻ പറയാറുണ്ട്. നിങ്ങൾ എന്ത് ഓഫർ കൊടുക്കാൻ പറ്റും? ടോട്ടൽ നമ്മൾ ഓഫറാണ് കൊടുക്കുന്നത്. പിന്നെ പുറമെ എന്തുണ്ട്, നമ്മുടെ ഓരോ കസ്റ്റമർക്കും അവരുടെ 10,000 പർച്ചേസിന് 10,000 ഓക്കെ അവർക്ക് 2,000 രൂപയുടെ അഡീഷണൽ പർച്ചേസ് ഓഫർ ഉണ്ട്. എന്തായാലും ഒരു പുതിയ വീട്ടിലൊക്കെ സാധനം വാങ്ങുമ്പോൾ 10,000 അല്ല 15,000 വരെ പോകാനുള്ള ഇവിടെ ഐഡിയാസ് ഉണ്ട്. ഓരോ 10,000 അവർക്ക് എന്തുണ്ട് 2,000 രൂപ ഉണ്ട്. അപ്പോൾ ഒരു 1 lakh ആണെങ്കിൽ അവർക്ക് 20,000 അഡീഷണൽ പർച്ചേസ് ചെയ്യാനുള്ള ഓഫർ ഉണ്ട്. പമ്പൻ ഓഫറാണ്. ഇപ്പോൾ ഒരു പരിമിത സമയത്തേ ഉള്ളൂ. അതായത് ഈ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, അത് സ്റ്റോപ്പ് ചെയ്യും. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല കളക്ഷനുകൾ. നിങ്ങളുടെ വീട് മനോഹരമാക്കാനുള്ള ഒരു അവസരമാണ്. ഫാസ്റ്റ് ആയിക്കോട്ടെ അല്ലേ? നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൊടുത്തോളൂ. അത് മാത്രമല്ല അതൊരു ഇന്റീരിയർ ഫേമും കൂടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ആക്സസറി എവിടെ കൊടുക്കാന്ന് ചിലപ്പോൾ നമ്മുടെ വ്യൂസിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ അതിന്റെ ഒരു കൺസൾട്ടിങ് അല്ലെങ്കിൽ അവർക്ക് ഒരു സജഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് അതായത് അവർക്ക് ഇപ്പോൾ എന്ത് സാധനം എവിടെ വെക്കേണ്ടതെന്നുള്ളത് അവർ ജസ്റ്റ് അവരുടെ ഫോട്ടോ കൊണ്ടുവരിക. അത് നമ്മൾ എന്ത് ചെയ്യും, കൺസൾട്ട് ചെയ്തിട്ട് ഇന്ന സാധനം അത് ആപ്റ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യും, അവർ കാണിച്ചു കൊടുക്കും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സാധനം അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. എത്തിച്ചിട്ട് അവരുടെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അത് ആപ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ എടുത്തിട്ട് വേറെ സാധനം കൊടുക്കും. ഓക്കെ, ഇതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ കൊറിയർ ചെയ്തും കൊടുത്തൂടെ? കൊറിയർ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള കോർട്ട്യാർഡിന് വേണ്ട ഫർണിച്ചർ കണ്ടില്ല. ഈ ഒരു സ്ഥാപനത്തിന്റെ 3 നിലകളിലും അടിപൊളിയായിട്ടുള്ള ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും മാച്ച് ചെയ്യുന്ന ഒരുപാട് ഫർണിച്ചർ ഐഡിയാസ് ഉണ്ട്. ഈ കാണുന്ന സ്ഥാപനം കിടക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. കൊണ്ടോട്ടി ടു മലപ്പുറം റോഡിൽ കോടങ്ങാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെ വീട് മനോഹരമാക്കാനുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് ഐഡിയകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫാമിലിക്കോ ഒക്കെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായില്ലേ? ഇതുപോലെ കിട്ടിയ വീഡിയോസ് ഇനിയും വരും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.